ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലേക്ക് മെസ്സി വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എന്തായാലും നമുക്ക് വേണ്ട മെസ്സി ഒന്നും അല്ലല്ലോ. ഇവിടെ ഓരോ മെസ്സിമാരും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരെ കണ്ടെത്തുക, നമുക്ക് ഇവിടെ പിള്ളേരെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ്. അത് എല്ലാവരും ഇതൊരു സംഭവം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വരണം. അതുപോലെ എല്ലാവരും സ്പോർട്സ് പങ്കെടുക്കുക, ഡ്രഗ് ഫ്രീ ആയിട്ടിരിക്കുക, ലഹരികളോ മദ്യങ്ങളോ ആരും ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും നന്നായിട്ട് ഫുട്ബോൾ ആരാധകർക്ക് ഒരു വലിയൊരു കാര്യങ്ങളുമായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന ഇത്രയും വാഹനങ്ങൾ ഇന്ന് ഇവിടെയുണ്ട്. ഫുട്ബോൾ അതായത് നമ്മുടെ ഫിഫ 2026 ഒരു അലയൊടി കേരളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകർക്ക് പ്രത്യേകിച്ചും നല്ലൊരു കണ്ണിഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്രണ്ടിലുള്ളത് പോർച്ചുഗലിന്റെ CR7 തൊട്ടിച്ചിട്ടുള്ള BMW സീരീസ് ആണ്. റെഡ് വണ്ടിയാണ്. ഇതിൽ നല്ല സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളോട് നമുക്ക് ചോദിക്കാം. ഹായ്, എന്താണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്? നമ്മള് കുഞ്ഞിലെ മുതൽ CR7 ഭയങ്കര ഡൈ ഹാർട്ട് ഫാനായിരുന്നു. നമ്മളതിന്റെ കുഞ്ഞിലെ നമ്മളെല്ലാ പല കളികളും വരുമ്പോഴൊക്കെ നമ്മൾ ഫ്ലെക്സ് കാര്യങ്ങൾ വെക്കും. പിന്നെ നമ്മളെ കളിങ്ങനെ ഒരു വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റി. വണ്ടി ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ വണ്ടിയിൽ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാ? പാലക്കാടാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ CR7 ഡൈ ഹാർട്ട് ഫാനാണോ? കട്ട ഫാനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഈ കൊച്ചിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? നമ്മൾ ശരിക്കും ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഡ്രഗ് ഫ്രീ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു റാലി കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാസർഗോഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് കൊച്ചിയിലെത്തി. നമ്മൾ നാളെ തിരുവനന്തപുരത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ റാലിയിൽ പോർച്ചുഗലിന്റെ വണ്ടികൾ മാത്രമാണോ? ഈ റാലിയിൽ പോർച്ചുഗലിന്റെ വണ്ടികൾ നമ്മള് മൊത്തം 6 വണ്ടീസ് ഉണ്ട്. 3 ഫോർച്യൂണറും ഒരു വോൾക്സ്വാഗൺ, BMW, പിന്നെ ഒരു ജീപ്പ് വാംഗ്ലർ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പല സീരീസ് വണ്ടികളാണ്, അതോ ഒറ്റ സീരീസിലുള്ള വണ്ടികളാണ്? മീൻസ് ഈ പറഞ്ഞ പോലെ BMW അല്ലെങ്കിൽ പല സീരീസിലുള്ള വണ്ടികളാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലബിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുള്ളത്? ടീം വോയാഗ് എന്ന ഒരു ക്ലബിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റാലി കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ നിങ്ങളിങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങനെ ഇതൊക്കെ നോക്കാനും കാണാനും ഫോട്ടോ ഒക്കെ എടുക്കാനും വന്നിരിക്കുന്ന ഒരു നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുപോലെ അതിനുപരി എല്ലാവരും CR7 ഇഷ്ടപ്പെടുന്നു. പോർച്ചുഗൽ ഫാനിനെ ഇഷ്ടപ്പെടുന്നു. CR7 ഡൈ ഹാർട്ട് ഫാൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എല്ലാവരും ഇതൊരു സംഭവം ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വരണം. അതുപോലെ എല്ലാവരും സ്പോർട്സ് പങ്കെടുക്കുക, ഡ്രഗ് ഫ്രീ ആയിട്ടിരിക്കുക, ലഹരികളോ മദ്യങ്ങളോ ആരും ഉപയോഗിക്കാതിരിക്കുക. എല്ലാവരും നന്നായിട്ട് വിജയിക്കുന്നു. ഇതിനു മുമ്പ് മെസ്സിയൊക്കെ വരുന്നെന്ന് പറഞ്ഞൊരു സ്റ്റേഡിയത്തിലാണ് നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിന്റെ വലിയൊരു മുഹൂർത്തം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും എനിക്ക് തോന്നുന്നു. സന്തോഷമൊക്കെ ഉണ്ടാവും തോന്നുന്നു. വരുന്നു പറഞ്ഞു, പക്ഷേ ഇതുവരെയായിട്ടും മെസ്സിയെ കണ്ടില്ല. പക്ഷെ നമ്മൾ റൊണാൾഡോ എത്തിക്കുമെന്നായിരിക്കും നമ്മുടെ റൊണാൾഡോന്റെ നമ്മള് സംഭവങ്ങൾ എത്തിക്കുന്നു. ഇവിടെ മെസ്സിയുടെ കളി കാണാൻ പുള്ളി അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലേക്ക് മെസ്സി വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി എന്തായാലും നമുക്ക് വേണ്ട മെസ്സി ഒന്നും അല്ലല്ലോ. ഇവിടെ ഓരോ മെസ്സിമാരും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരെ കണ്ടെത്തുക, നമുക്ക് ഇവിടെ പിള്ളേരെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് അതിന് വേണ്ടത്. നമ്മള് എന്താണ് ഒരു തുക ചെലവാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേഡിയങ്ങളും കാര്യങ്ങളും ആ ഒരു ഗ്രൗണ്ടും നമുക്ക് ഇപ്പോഴെല്ലാവരും ഒരു 17-18 വയസ്സിലാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഗ്രൗണ്ടിലോട്ട് പോകും. ആ ഒരു ചൈൽഡ്ഹുഡ് ടൈം നമ്മളൊരു 5-6 വയസ്സ് തൊട്ട് നമുക്ക് ആ ഒരു പ്രാക്ടീസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്ത്യക്ക് ഒരു വേൾഡ് കപ്പ് കളിക്കാനും നമ്മളൊരാളെ വേൾഡ് കപ്പിൽ അംഗമാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇവിടെ കായിക മന്ത്രിയായിട്ടുള്ള ആളെന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫോറന്മാരിലൊക്കെ നമ്മുടെ ഫുട്ബോളിനെ ബേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു? പുള്ളിയിലൊരു പ്രതീക്ഷ ഉണ്ടാവുമോ? വളരെയധികം പ്രതീക്ഷയുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്, ഒരു സെറ്റപ്പ് ആണല്ലേ. അത് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക നല്ല ഇല്ലെന്ന് തന്നെയാണ് പറയാം. നിങ്ങളുടെ ഈ ഒരു ഫുട്ബോൾ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുമോ? അങ്ങനെ ഓരോ നഗരത്തിലും മിനിമം ഓരോ ഗ്രൗണ്ടുകൾ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ പിള്ളേർ പ്രൊമോട്ടായി വരത്തുള്ളൂ. നമ്മൾ എത്ര കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരെ ബാക്കിയുള്ള രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കാലത്തിന് ശേഷം പോലും ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംഭവമൊക്കെ ഇന്ന മാറുന്ന സമയം കഴിഞ്ഞു. ട്രെയിനിങ് രീതികൾ നമ്മുടെ എല്ലാം മാറണം. നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ഒരു കോച്ചും അവിടുത്തെ സിസ്റ്റമും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഒരു തുക നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ആ ഒരു തുക കണ്ടെത്തി നമ്മൾ ഇവിടെ ആ ഒരു ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ട് തന്നെ ഒരു വേൾഡ് കപ്പ് കളിക്കാം. നമുക്ക് ലെഗൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. IM വിജയൻ പോലുള്ള നല്ല പ്ലേയേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ. അവരൊക്കെ പക്ഷേ എവിടം വരെ എത്തും നമുക്ക് അതേ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ സിസ്റ്റം വിചാരിച്ചാൽ ഇതൊക്കെ മാറി മറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? വിചാരിച്ചിട്ട് കാര്യമില്ല, കൂട്ടായി പ്രവർത്തിച്ചിട്ട് കാര്യം. നമ്മൾ ക്രിക്കറ്റിന് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഫുട്ബോളിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഒരുപാട് നേട്ടങ്ങളിലെത്തും. നമ്മൾ ആ ഒരു ട്രെയിനിങ് ആണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഔട്ട്സൈഡ് ഇപ്പം UK പോലെ, ഇംഗ്ലണ്ട്, ജർമ്മനി, സ്പെയിൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൊടുക്കുന്ന ട്രെയിനിങ് നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളും ആ ഒരു രീതിയിലുള്ള ടർഫ്സും ഗ്രൗണ്ട്സും സിസ്റ്റംസും അതുപോലെയുള്ള കോച്ചസും നമ്മളിവിടെ വേണം. ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വേൾഡ് കപ്പ് വേണ്ട, അതിലുപരി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റാലി കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇൻസ്പയർ ആവുന്ന പിള്ളേരുണ്ട്, ആൾക്കാരുണ്ട്. ഇതൊക്കെ കാണുന്നവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞങ്ങളൊരു നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നടക്കട്ടെ, നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് യാത്ര തുടരുന്ന ഒരു കൂട്ടം യുവാക്കൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.